നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പെരുവനം ആറാട്ടുപുഴ പൂര മഹോത്സവത്തിന്റെ ഭാഗമായി തിരുവള്ളക്കാവിൽ കൊടിയേറ്റം നടന്നു. താളത്തിന്റെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയായിരുന്നു കൊടിയേറ്റം. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ വയോജനങ്ങൾക്കും കിടപ്പുരോഗികൾക്കും കട്ടിൽ വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് നിർവഹിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിൽ വനിതാ ഗ്രൂപ്പുകൾക്ക് പച്ചക്കറി കൃഷിക്കായി ഗ്രോ ബാഗുകൾ വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ക്ഷീര കർഷകർക്ക് ധാതുലവണം വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പെരുവനം ആറാട്ടുപുഴ പൂര മഹോത്സവത്തിന്റെ ഭാഗമായി തിരുവള്ളക്കാവിൽ കൊടിയേറ്റം നടന്നു. താളത്തിന്റെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയായിരുന്നു കൊടിയേറ്റം. ചടങ്ങിനോടനുബന്ധിച്ച് തിരുവള്ളക്കാവ് ദേവസ്വത്തിന്റെ വകയായി പൂരം പങ്കാളി ക്ഷേത്രങ്ങൾക്കുള്ള എണ്ണ വിതരണവും നടന്നു. തിരുവള്ളക്കാവ് ദേവസ്വം പ്രസിഡന്റ് ആരൂർ ദേവൻ അടിതിരിപ്പാട് ദീപം തെളിയിച്ചു. എണ്ണ വിതരണം ദേവസ്വം സെക്രട്ടറി AA കുമാരൻ നിർവഹിച്ചു. ദേവസംഗമ സമിതിയുടെ ധനസഹായം പൂരം സെൻട്രൽ കമ്മിറ്റി മുൻ പ്രസിഡന്റ് EV കൃഷ്ണൻ നമ്പൂതിരിപ്പാട് നിർവഹിച്ചു. പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് K രാജീവ് മേനോൻ, ചാത്തക്കുളം ഉപദേശക സമിതി പ്രസിഡന്റ് P രാമചന്ദ്രൻ നായർ, ആറാട്ടുപുഴ ഉപദേശക സമിതി പ്രസിഡന്റ് സുധാകരൻ, കോടന്നൂർ ക്ഷേത്രം പ്രതിനിധി പഴോർ അപ്പുക്കുട്ടൻ, K ദാമോദരൻ എന്നിവർ സംസാരിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ വയോജനങ്ങൾക്കും കിടപ്പുരോഗികൾക്കും കട്ടിൽ വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് നിർവഹിച്ചു. 6,30,250 രൂപ വകയിരുത്തിയ പദ്ധതിയിൽ പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ നിന്നുമുള്ള അതിദരിദ്ര കുടുംബം, ആശ്രയ കുടുംബം, മാനസിക വെല്ലുവിളിയുള്ളവരുടെ കുടുംബം എന്നീ വിഭാഗങ്ങളിൽ നിന്നുമുള്ള 60 വയസ്സ് കഴിഞ്ഞവർക്ക് മുൻഗണന നൽകിക്കൊണ്ടും 2 ലക്ഷം രൂപയിൽ വാർഷിക വരുമാനം കുറവുള്ള 60 വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്കും കൂടാതെ കിടപ്പുരോഗികൾ ഉൾപ്പെടെ 169 ഗുണഭോക്താക്കൾക്കാണ് കട്ടിൽ വിതരണം ചെയ്യുന്നത്. സ്ഥിരം സമിതി അധ്യക്ഷൻ വിദ്യാ രമേശ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ അനിത അനിലൻ, പഞ്ചായത്ത് അംഗങ്ങളായ അൽഫോൺസ, ധന്യ സുനിൽ, പ്രിയലത പ്രസാദ്, PP ശ്രുതി, PS വനജ, ജയ, ICDS സൂപ്പർവൈസർ PA ഷമീന എന്നിവർ സംസാരിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിൽ വനിതാ ഗ്രൂപ്പുകൾക്ക് പച്ചക്കറി കൃഷിക്കായി ഗ്രോ ബാഗുകൾ വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജെറിൻ ജോസ്, ഹസീന അക്ബർ, അംഗങ്ങളായ റോസ്ലി, സജീവൻ, സുനിൽകുമാർ, അനിത, ഗീത, കൃഷി അസിസ്റ്റന്റ് മാലിനി, ബ്ലോക്ക് പഞ്ചായത്ത് അഗ്രോ സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് രവി എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതി പ്രകാരമാണ് പദ്ധതി നടപ്പാക്കിയത്. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ക്ഷീര കർഷകർക്ക് ധാതുലവണം വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷീര കർഷകർക്ക് അവരുടെ പശുക്കൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു പദ്ധതിയാണ്. പരമാവധി പാലുൽപാദനം കൂട്ടുക, പരമാവധി ആളുകളെ ഈ രംഗത്തേക്ക് കൊണ്ടുവരിക, ഇതൊക്കെയാണ് ഇതിൻ്റെ ഉദ്ദേശം. എന്തായാലും ആദ്യമായിട്ടുള്ള വെച്ചിട്ടുള്ള പദ്ധതിയാണ്. ഇനി വരും വർഷങ്ങളിലും ഇത് തുടരും. കൂടുതൽ ആളുകൾക്ക് പൈസ വയ്ക്കാൻ കഴിയും. പക്ഷെ അതിനനുസരിച്ച് ക്ഷീര കർഷകർ നമുക്ക് എണ്ണത്തിൽ കുറവാണ്. ഇനി ഇതിൻ്റെ ഇരട്ടി ആളുകളുണ്ടോ അത്രയും ആളുകൾക്ക് ഇത് വിതരണം ചെയ്യാനുള്ള പൈസ പഞ്ചായത്ത് വയ്ക്കാൻ തയ്യാറാണ്. പക്ഷെ നിലവിൽ 53 പേരല്ലേ, ഇപ്രാവശ്യം 53 പേർക്കാണ് നമ്മൾ കൊടുക്കുന്നത്. പശുക്കളുടെ എന്തെങ്കിലും ആരോഗ്യക്കുറവ് കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും വിറ്റാമിൻ കുറവുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പരിഹരിക്കുന്ന ഭാഗമായിട്ടാണ് ഈ മിശ്രിതം നമുക്ക് പശുക്കൾക്ക് കൊടുക്കാവുന്ന രീതിയിലുള്ള പഞ്ചായത്ത് സജ്ജമാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ എന്താ പറയുക, ഈ പാൽ കൃഷി അതായത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, ക്ഷീരകൃഷി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ എല്ലാ ഈ കൃഷി മൂലം മുന്നോട്ട് പോകുന്ന എല്ലാ കുടുംബങ്ങൾക്കും അവരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയും കൂടിയാണ് നമ്മൾ ഈ സംവിധാനം ചെയ്തത്. വാടങ്കം ജോയ് പയ്യപ്പള്ളി അധ്യക്ഷത വഹിച്ചു.
വെറ്റിനറി ഡോക്ടർ ശ്രീജിത്ത് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. 53 കർഷകർക്കാണ് ധാതു ലവണങ്ങൾ വിതരണം ചെയ്യുന്നത്. 1000 രൂപയുടെ ധാതു ലവണങ്ങളാണ് പദ്ധതിയിലൂടെ ഒരു കർഷകന് ലഭിക്കുന്നത്. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കരാട്ടെ ബെൽറ്റ് അവാർഡിംഗ് പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി ഉദ്ഘാടനം ചെയ്തു. PT പ്രസിഡന്റ് VH ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. ദേശീയ ചാമ്പ്യൻ മുരളീധരൻ നാണത്ത് മുഖ്യാതിഥിയായിരുന്നു. ലോങ് ജമ്പ് ചാടാൻ നിൽക്കുമ്പോൾ അപ്പുറത്ത് ചാടി വരുന്ന ഈ സംസ്ഥാനത്തിലെ ആളുകളെ നോക്കിയിട്ട് എന്റെ മനസ്സിൽ ഞാൻ പറയും, ഇവർ മൈക്ക് പവനോ കാൾ ലൂയിസോ ഹുസൈൻ ബോൾട്ടോ കാറ്റിനൊന്നും അല്ലല്ലോ, നമ്മളെ പോലെ ഒരാളല്ലേ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ച് എന്റെ സർവശക്തി കൊടുത്ത് കേരളത്തിന്റെ പ്രതിനിധിയാണ് എന്നുള്ള ഒരൊറ്റ കാര്യം കൊണ്ട് ഒരു ചാട്ടാണ് ഈ ഇത്രയും ശക്തിമാരായിട്ടുള്ള ഈ കായിക താരങ്ങൾ ഭയന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക, ഇടയ്ക്കിടയ്ക്ക് ദീർഘനിശ്വാസം വിടുക പേടിച്ചിട്ട്. അപ്പൊ ആത്മധൈര്യം ഇല്ലെങ്കിൽ എന്ത് പഠിച്ചിട്ട് കാര്യമില്ല മക്കളെ. ആത്മധൈര്യം വേണം. എന്തൊരു കാര്യത്തിലും നേരിടണമെങ്കിൽ ആത്മധൈര്യം വേണം. ആത്മധൈര്യം ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് പഠനത്തിനും നല്ലതാണ്, കായിക വിനോദങ്ങൾക്കും നല്ലതാണ്, നിങ്ങളുടെ ജീവിതത്തിനും നല്ലതാണ്. അതിന് കരാട്ടെ ട്രെയിനർ ഗിഫ്റ്റി മരിയ ജോർജ, പ്രധാനാധ്യാപിക KK ലീല, PTA വൈസ് പ്രസിഡന്റ് KG സ്മിതൻ, OSA പ്രസിഡന്റ് MS അലക്സി, ES വിനീത, സെൻസായി UC സഞ്ജയ് തുടങ്ങിയവർ സംസാരിച്ചു. പെരിങ്ങോട്ടുകര ശ്രീ സോമശേഖര ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവത്തിന് തിടമ്പേറ്റുന്ന ആനയെ നറുക്കെടുപ്പിലൂടെ നിശ്ചയിച്ച കേന്ദ്ര കമ്മിറ്റി തീരുമാനം അന്യായമാണെന്ന് ആക്ഷേപം. ചാഴൂർ കുറുമ്പിലാവ് ദേശം ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ ആക്ഷേപവുമായി വാർത്താ സമ്മേളനത്തിൽ രംഗത്തെത്തി. 2012 അംഗീകരിച്ചിട്ടുള്ള ആനകളുടെ ഉയര അളവ് പരിഗണിക്കാതെ ഏറ്റവും പുതിയ ചിപ്പളവ് പ്രകാരം കൂടുതൽ ഉയരമുള്ള ആനയാണ് തിടമ്പേറ്റേണ്ടത് എന്നാണ് 7 ദേശക്കാരും ചേർന്ന പൊതുയോഗം തീരുമാനിച്ചിരുന്നത്. അക്കാര്യം മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതുമാണ്. അതുപ്രകാരം ചാഴൂർ കുറുമ്പിലാവ് ദേശത്തിന്റെ ആനയായ ചിറക്കൽ കാളിദാസനാണ് തിടമ്പേറ്റാൻ യോഗ്യത. കാളിദാസന്റെ ഉയരം തെളിയിക്കുന്ന അസൽ രേഖ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ യോഗത്തിൽ ഹാജരാക്കിയിരുന്നു. എന്നാൽ കാളിദാസന് തിടമ്പ് നൽകിയാൽ പ്രദേശത്ത് സംഘർഷാവസ്ഥയുണ്ടാകുമെന്ന അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ച് മറ്റ് ദേശക്കാർ പോലീസിൽ പരാതി നൽകി. അതുപ്രകാരം നിലവിൽ കാളിദാസനേക്കാൾ 6 ഇഞ്ച് ഉയരക്കുറവുള്ള ആലപ്പാട് പുള്ള് പുറത്തൂർ ദേശക്കാരുടെ ആനയായ തൃക്കടവൂർ ശിവദാസനുമായി നറുക്കിട്ട് തിടമ്പ് നിശ്ചയിക്കാനാണ് കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചത്. നറുക്കെടുപ്പിൽ തൃക്കടവൂർ ശിവദാസന് നറുക്ക് വീണു. അതുപ്രകാരം ഉയരത്തിൽ 2ാം സ്ഥാനത്തുള്ള ആന തിടമ്പേറ്റുന്ന സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. ആലപ്പാട് പുല്ല് പുറത്തൂർ ദേശക്കാരുമായി യാതൊരുവിധ ശത്രുതയുമില്ല. ഇത് പൂരം കേന്ദ്ര കമ്മിറ്റിയുടെ വീഴ്ചയാണ്. ഇതിൽ പ്രതിഷേധിച്ച 7 ദേശക്കാർ പങ്കെടുക്കുന്ന ഉത്സവത്തിന്റെ കൂട്ടിയെഴുന്നള്ളിപ്പിൽ ചാഴൂർ കുറുമ്പിലാവ് ദേശത്തിന്റെ ആനയെ 7ാം സ്ഥാനത്താണ് നിർത്തുകയെന്നും ഇവർ പറഞ്ഞു. നമുക്കറിയാം, നമ്മുടെ പെരുമാറ്റോത്സവം 5ാമത്തെ വർഷത്തിലൂടെയാണ് കടന്നുപോകുന്നത്. കഴിഞ്ഞ 103 വർഷവും ഓരളവ് എന്ന സംവിധാനത്തിലാണ് നമ്മുടെ പെരുമാറ്റപ്പാടത്ത് തിടമ്പ് നിശ്ചയിച്ചിട്ടുള്ളത്. 104ാം വർഷം അത് നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കുകയും വീണ്ടും 105ാമത് വർഷം എങ്ങനെ തിടമ്പ് നിർണ്ണയിക്കുമെന്ന തീരുമാനത്തിൽ 7 ദേശം കൂടി ചേർന്ന പൊതുയോഗത്തിൽ നിലവിലെ ഏറ്റവും പുതിയ ചിപ്പളവ് പ്രകാരം ആനകളെ നിരത്തുവാനായിരുന്നു മിനിസ്ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ആ 2012 ഡാറ്റ അളവ് സംവിധാനം പാടെ മാറ്റി നിർത്തിക്കൊണ്ടായിരുന്നു അന്ന് അവിടെ തീരുമാനം എടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ആനയായ ചിറക്കൽ കാളിദാസന് എല്ലാ സർട്ടിഫിക്കറ്റുകളും ഒറിജിനൽ സർട്ടിഫിക്കറ്റും ഹാജരാക്കി 317 എന്ന അളവ് വ്യാജമല്ല, ഒറിജിനലാണെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ തെളിയിക്കുകയും ചെയ്തു. ഇതേ സാഹചര്യത്തിൽ കേന്ദ്ര കമ്മിറ്റി മിനിറ്റ്സ് ബുക്കിലെ സത്യങ്ങൾ വെളിപ്പെടുത്തി ചാഴൂർ കുറുമ്പിലാവിന് ഈ തടമ്പ് നൽകേണ്ടതിന് പകരം ചില ദേശങ്ങൾ തമ്മിൽ സ്പർദ്ധയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കി. നിയമപാലകരെ തെറ്റിദ്ധരിപ്പിച്ച് 1ഉം 2ഉം സ്ഥാനക്കാരെ നറുക്കെടുപ്പിലേക്ക് വലിച്ചിറക്കുകയായിരുന്നു. അതുകൂടാതെ കേന്ദ്രത്തിൽ ഒരു വ്യത്യസ്ത ന്യായം കൂടി അവർ പറയുന്നു.
വാർത്താസമ്മേളനത്തിൽ ഉത്സവ കമ്മിറ്റി സെക്രട്ടറി ഷിബുദേവ് കുന്നത്ത്, പ്രസിഡന്റ് വിനീഷ് പോട്ടയിൽ, ട്രഷറർ യദു കൃഷ്ണ കൂനമ്പാട്ട്, ലൈജു ചെറുമുളങ്ങാട്ട് തയ്യിൽ, സാഗർ കുറുപ്പത്ത്, ഷൈൻ കാഞ്ഞൂർ എന്നിവർ പങ്കെടുത്തു. മാർച്ച് മാസം ആകുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ താപനില കൂടി വരികയാണ്. സൂര്യാഘാതത്തിനുള്ള സാധ്യതകളിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. എന്താണ് സൂര്യാഘാതമെന്നും സൂര്യാഘാതം വരാതിരിക്കാൻ എന്തു ചെയ്യണമെന്നും സൂര്യാഘാതം വന്നാൽ എന്തൊക്കെ ചെയ്യേണ്ടതെന്നും അറിയാം. അന്തരീക്ഷതാപം ഒരു പരിധിയിലപ്പുറം ഉയർന്ന ശരീരത്തിലെ താപനിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാവുകയും ശരീരത്തിന്റെ പല പ്രവർത്തനങ്ങളും തകരാറിലാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് സൂര്യാഘാതം. സൂര്യപ്രകാശം ഏറ്റവും കടുത്ത അവസ്ഥയിൽ രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയാണ് ഏറ്റവും അധികം സൂര്യാഘാത സാധ്യത. 10 വയസ്സിൽ താഴെയും 60 വയസ്സിന് മുകളിലുമുള്ളവർക്കാണ് സൂര്യാഘാത സാധ്യത ഏറ്റവും കൂടുതൽ. ചികിത്സിച്ചില്ലെങ്കിൽ തലച്ചോറും ഹൃദയവും വൃക്കകളും പേശികളും തകരാറിലാകാനുള്ള സാധ്യതയുണ്ട്. മരണം വരെ സംഭവിച്ചേക്കാം. ഉയർന്ന ശരീരോഷ്മാവ്, ശരീരത്തിൽ ചുവന്ന പാടുകൾ, അതികഠിനമായ തലവേദന, തലകറക്കം, ചുഴലി രോഗലക്ഷണങ്ങൾ, ഉയർന്ന നാഡീമിടിപ്പ്, ബോധക്ഷയം, ഓക്കാനം, പേശിമുറുകൽ, അമിതദാഹം, കുഴഞ്ഞുവിഴൽ, അതികഠിനമായ തളർച്ച, ശരീരത്തിൽ പൊള്ളലേറ്റ പോലുള്ള കുമിളകൾ എന്നിവയൊക്കെയാണ് സൂര്യാഘാതത്തിന്റെ ലക്ഷണങ്ങൾ. സൂര്യാഘാതമേറ്റ വ്യക്തിയെ ഉടനടി തന്നെ തണലിലേക്ക് മാറ്റണം. വെള്ളം ധാരാളം നൽകണം. ഇളനീര്, നാരങ്ങാവെള്ളം എന്നിവയും നൽകാം. ഇറുകിയ വേഷങ്ങളാണെങ്കിൽ അവ അയച്ചിടണം. ശരീരത്തിൽ വെള്ളം തളിക്കണം. നനഞ്ഞ തുണി ശരീരത്തിലിടാം. ശരീരം തണുപ്പിക്കാൻ ഐസും ഉപയോഗിക്കാം. ബോധം പോയ അവസ്ഥയിൽ വെള്ളം കൊടുക്കാൻ ശ്രമിക്കരുത്. ആളെ ഇടതുവശത്തേക്ക് ചെരിച്ച് കിടത്തുകയാണ് നല്ലത്. സൂര്യാഘാതത്തെ പ്രതിരോധിക്കാനായി ചില മുൻകരുതലുകൾ എടുക്കുന്നത് നന്നായിരിക്കും. നിർജ്ജലീകരണം ഒഴിവാക്കാൻ ദിവസവും 8 മുതൽ 10 ഗ്ലാസ് വെള്ളം കുടിക്കണം. രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 3 വരെ പുറത്ത് തൊഴിലെടുക്കുന്നത് ഒഴിവാക്കണം. സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ 30 മേലുള്ള സൺസ്ക്രീനുകൾ ഉപയോഗിക്കണം. അയഞ്ഞ ഇളം നിറമുള്ള പരുത്തി വസ്ത്രങ്ങൾ ഉപയോഗിക്കണം. കുട ഉപയോഗിച്ച് മാത്രമേ പുറത്തിറങ്ങാവൂ. ഫാൻ, AC എന്നിവ വീട്ടിൽ ഉപയോഗിക്കണം. വായു സഞ്ചാരം ഉണ്ടാകാൻ ജനാലകൾ തുറന്നിടണം. ചായ, കാപ്പി, മദ്യം എന്നിവ ഒഴിവാക്കണം. സൂര്യാഘാതം ഉണ്ടാകാതെ നോക്കുന്നതാണ് ഏറ്റവും നന്ന്. ഉണ്ടായാൽ പ്രാഥമിക ചികിത്സയ്ക്കു ശേഷം സമയം കളയാതെ തന്നെ വൈദ്യസഹായം തേടുകയും വേണം. താന്യം ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണം അമ്പെ പരാജയപ്പെട്ടിരിക്കുകയാണെന്ന് കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. ഇപ്പോൾ ഇവിടെ വന്നുകൂടിയിരിക്കുന്ന വേസ്റ്റുകളൊക്കെ തന്നെ പഞ്ചായത്തിൻ്റെതല്ലാത്ത സ്ഥലത്തുകൂടി ഈ റോട്ടിലൊക്കെ കൊണ്ടുവന്ന് ചെരിഞ്ഞ് ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥ വരെ ഇവിടെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതിനെതിരെ പഞ്ചായത്ത് വേണ്ട നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ താന്യം മണ്ഡലം കമ്മിറ്റി ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുവാൻ വേണ്ട നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. ഇവിടെ കാണുന്ന ഈ വേസ്റ്റുകൾ പണം കിട്ടുന്നത് മാത്രം കയറ്റി കൊടുക്കുന്ന ഒരു സംവിധാനം ഇവിടെ നിലവിലുണ്ടെന്നാണ് ഈ പ്രദേശത്തുള്ള പരിസരത്തുള്ള ആളുകളുടെ അഭിപ്രായം ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞു. പഞ്ചായത്തിലെ പ്ലാസ്റ്റിക് ഖരമാലിന്യങ്ങൾ ശേഖരിച്ചിരുന്ന സ്ഥലത്തു നിന്ന് ലോഡുകൾ കയറ്റി പോകാത്തത് മൂലം സമീപത്തെ റോഡിലേക്കും സ്വകാര്യ വ്യക്തികളുടെ പാടങ്ങളിലുമാണ് മാലിന്യമുള്ളത്. പ്രദേശവാസികൾക്ക് റോഡിലൂടെ പോകാൻ സാധിക്കാത്ത അവസ്ഥയാണ്. തെരുവു നായ്ക്കളുടെ ശല്യവും ഈ പ്രദേശത്ത് ഏറെയാണെന്നും ഇവർ ആരോപിച്ചു. പ്രശ്നം ഉടൻ പരിഹരിക്കണമെന്ന് സ്ഥലം സന്ദർശിച്ച കോൺഗ്രസ് താന്യം മണ്ഡലം പ്രസിഡന്റ് MK ചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ആന്റോ തുറയൻ, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി VK പ്രദീപ്, കോൺഗ്രസ് നേതാക്കളായ സിദ്ദിഖ്, സുബൈർ ശാന്തിപുരത്ത്, ഷാഹിർ വലിയകത്ത്, റിജു കണക്കന്തറ, സഗീർ എന്നിവർ ആവശ്യപ്പെട്ടു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് തളിക്കുളം GMLP സ്കൂൾ കെട്ടിടത്തിൽ ടൈൽ വർക്ക്, ഇന്റർലോക്ക് ചെയ്ത മുറ്റം, ഷീറ്റ് വർക്ക്, സ്കൂളിലേക്ക് കുട്ടികൾക്കുള്ള ആധുനിക ഫർണിച്ചറുകൾ സമർപ്പണവും നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PA സജിത ഉദ്ഘാടനം ചെയ്തു. കാരണം നമ്മളൊക്കെ പഠിച്ചത്, ഞങ്ങൾക്കുള്ള ഇവിടെ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെല്ലാം തന്നെ പഠിച്ചത് ഗവൺമെന്റ് സ്കൂളുകളിൽ തന്നെയാണ്. നമ്മുടെ തളിക്കുളം SNUP, തളിക്കുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അടങ്ങുന്ന എല്ലാ സ്കൂളുകളിലും പഠിച്ചാണ് ഞങ്ങളും ഇവിടെ നിങ്ങൾക്കൊപ്പം ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്ന സംവിധാനം ഒരിക്കലും മോശമല്ല എന്നുള്ളത് കൂടി നമ്മളെല്ലാവരും ആദ്യം മനസ്സിലാക്കിയിരിക്കണം. അത് മാത്രമല്ല, അവിടുത്തെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കറിയാം, ഇന്ന് നമുക്ക് മുന്നിലിരിക്കുന്ന ഈ പ്രൊജക്ടറും അതിന്റെ സ്ക്രീൻ അടക്കമുള്ള ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഈ കാലഘട്ടങ്ങളിൽ വന്നു ചേർന്നിട്ടുള്ളതാണ് അല്ലെ. ഇതിനു മുൻപ്
സ്കൂളുകളിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതാകാം. ഇത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായി ഗവൺമെന്റ് സ്കൂളിലേക്ക് സംസ്ഥാന ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് വഴി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. സ്ഥിരം സമിതി അധ്യക്ഷൻ MK ബാബു അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത, സ്ഥിരം സമിതി അധ്യക്ഷൻ ബുഷറ അബ്ദുൽ നാസർ, സ്കൂൾ പ്രധാന അധ്യാപിക TA ജീജ, ഓവർസിയർ രാജ്മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. ചേർപ്പ് യൂണിയൻ പബ്ലിക് ലൈബ്രറിയുടെ 94ാം വാർഷികാഘോഷം സംസ്കൃതി 2024 മാർച്ച് 3 നടക്കും. ചേർപ്പ് പഞ്ചായത്ത് ഹാളിൽ വൈകിട്ട് 4 നടക്കുന്ന ക്യാമ്പിൽ ബ്രഹ്മസൂത്ര യോഗാചാര്യൻ യോഗി ഡോക്ടർ സുധീഷ് ആചാര്യരുടെ നേതൃത്വത്തിൽ ഇന്റർനാഷണൽ യോഗ ക്യാമ്പും സംഘടിപ്പിക്കും. ചടങ്ങിൽ പ്രമുഖർ സംബന്ധിക്കും. പെരുവനം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മഹാശിവരാത്രി മഹോത്സവം മാർച്ച് 4 മുതൽ 8 വരെ ആഘോഷിക്കും. 4 വൈകിട്ട് മഹോത്സവത്തോടനുബന്ധിച്ചുള്ള കലാസന്ധ്യ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് AK സുദർശൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് മഹാശിവരാത്രി ദിവസമായ 8-ാം തീയതി വരെ വിവിധ ചടങ്ങുകളും കലാപരിപാടികളും നടക്കും. അവണിശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ 3ാമത്തെ ബ്രാഞ്ച് ബോട്ട് ജെട്ടിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. മാർച്ച് 4 രാവിലെ 10 AC മൊയ്തീൻ MLA ബ്രാഞ്ച് ഓഫീസ് ഉദ്ഘാടനം ചെയ്യും. CC മുകുന്ദൻ MLA കൗണ്ടർ സേഫ് റൂം ഉദ്ഘാടനം നിർവഹിക്കും. K ശശിധരൻ പ്രസിഡന്റായിട്ടുള്ള ഭരണസമിതിയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. വല്ലച്ചിറ പിടിക്കപ്പറമ്പ് കടുപ്പിടി വളപ്പിൽ ചന്ദ്രൻ നിര്യാതനായി. 66 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഗീതയാണ് ഭാര്യ. ഗിരിരാജ്, വിഷ്ണുരാജ് എന്നിവർ മക്കളും അശ്വതി മരുമകളുമാണ്. കോടന്നൂർ കറുകയിൽ തങ്കപ്പൻ നിര്യാതനായി. 79 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. രാധയാണ് ഭാര്യ. സന്ദീപ്, സൗമ്യ എന്നിവർ മക്കളും സൗമ്യ ബിജു എന്നിവർ മരുമക്കളുമാണ്. പള്ളിപ്പുറം വെള്ളാട്ടുപറമ്പിൽ ശശി എന്ന സജീവൻ നിര്യാതനായി. 65 വയസ്സായിരുന്നു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 5760 രൂപ, പവന് 46,080 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പെരുവനം ആറാട്ടുപുഴ പൂര മഹോത്സവത്തിന്റെ ഭാഗമായി തിരുവള്ളക്കാവിൽ കൊടിയേറ്റം നടന്നു. താളത്തിന്റെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയായിരുന്നു കൊടിയേറ്റം. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ വയോജനങ്ങൾക്കും കിടപ്പ് രോഗികൾക്കും കട്ടിൽ വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് നിർവഹിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിൽ വനിതാ ഗ്രൂപ്പുകൾക്ക് പച്ചക്കറി കൃഷിക്കായി ഗ്രോ ബാഗുകൾ വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ക്ഷീര കർഷകർക്ക് ധാതുലവണം വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.